നമസ്കാരം. ഇന്ത്യൻ വ്യോമസേന അതിൻ്റെ ചരിത്രത്തിലെ ഏറ്റവും ദുർബലാവസ്ഥയിലാണ് എന്ന് പറഞ്ഞാൽ നമുക്ക് എത്ര പേർക്ക് അത് ഉൾക്കൊള്ളാൻ സാധിക്കും? പക്ഷേ വാസ്തവം അതാണ്. നമ്മുടെ രാജ്യത്ത് ഇന്ത്യൻ എയർഫോഴ്സിൻ്റെ കീഴിൽ നിലവിലുള്ളത് 588 യുദ്ധവിമാനങ്ങളാണ്. 840 വേണ്ട സ്ഥാനത്താണ് ഈ ഒരു അവസ്ഥ. അപ്പോൾ എന്താണ് ഇതുകൊണ്ടുള്ള പ്രശ്നമെന്ന് ചോദിച്ചാൽ, ചൈനയുടെ കയ്യിൽ ഏതാണ്ട് 2000-ഓളം വിമാനങ്ങളുണ്ട് എന്നാണ് ഏകദേശ കണക്ക്. പാകിസ്ഥാൻ്റെ കയ്യിൽ 470 യുദ്ധവിമാനങ്ങളുമുണ്ട്. അപ്പോൾ നമ്മുടെ ഒരു മൊത്തം കണക്കനുസരിച്ച് 42 സ്ക്വാഡ്രൺ എന്ന് പറഞ്ഞാൽ ഒരു വ്യൂഹം എന്നാണ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ആ 42 സ്ക്വാഡ്രൺ അല്ലെങ്കിൽ 42 വിമാന വ്യൂഹങ്ങൾ വേണ്ട സ്ഥാനത്ത് നമുക്കിപ്പോൾ ആകെ 30 വ്യൂഹങ്ങളേ ഉള്ളൂ, 30 സ്ക്വാഡ്രണേ ഉള്ളൂ. അപ്പോൾ ഓരോ വ്യൂഹങ്ങളിലും ഓരോ സ്ക്വാഡ്രണുകളിലും 16 മുതൽ 18 വരെ യുദ്ധവിമാനങ്ങൾ ഉണ്ടാകും എന്നുള്ളത് കൂടി മനസ്സിലാക്കി വെക്കണം. അപ്പോൾ ഈ 16 മുതൽ 18 വരെ ഉള്ളതിൽ അത്രയും തന്നെ ആക്രമണ വിമാനങ്ങളാണെന്ന് കരുതരുത്. അതിൽ ചിലതൊക്കെ പരിശീലന വിമാനങ്ങളും കൂടി ഉണ്ട്. അപ്പോൾ ഈ ഒരു അവസ്ഥയിലാണ് നമ്മുടെ രാജ്യത്ത് നമ്മുടെ വ്യോമസേന ചരിത്രത്തിലെ ഏറ്റവും വലിയ ഒരു ദുർബലാവസ്ഥയിലാണ് എന്ന് പറയുന്നതിൻ്റെ ഉള്ളടക്കം ഇതാണ്. ആവശ്യത്തിന് വിമാനങ്ങൾ ഇല്ല. അപ്പോൾ നിലവിലുള്ള വിമാനങ്ങളുടെ എണ്ണം എത്രയാണെന്ന് നോക്കാം. നമ്മുടെ കയ്യിലുള്ള ഏറ്റവും കൂടുതൽ ഇപ്പോഴുള്ള വിമാനം അത് റഷ്യയുടെ അല്ലെങ്കിൽ റഷ്യൻ സാങ്കേതിക വിദ്യയിൽ ഇന്ത്യയിൽ നിർമ്മിക്കപ്പെട്ട സുഖോയ് 30 MKI എന്ന് പറയുന്ന വിമാനങ്ങളാണ്. അതിൽ 260 ആ ശ്രേണിയിൽപ്പെട്ട വിമാനങ്ങൾ നമ്മുടെ കയ്യിലുണ്ട്. രണ്ടാമത്തത് നമ്മുടെ ഇന്ത്യൻ വ്യോമസേനയുടെ കയ്യിലുള്ള സാങ്കേതികമായി ഏറ്റവും ഉയർന്ന അല്ലെങ്കിൽ ഏറ്റവും ന്യൂ ജനറേഷൻ എന്ന് പറയാവുന്നത് തീർച്ചയായിട്ടും ദസോത്ത് ഏവിയേഷൻസിൻ്റെ അല്ലെങ്കിൽ ഫ്രാൻസിൽ നിന്ന് നമ്മൾ വാങ്ങിയ റഫേൽ വിമാനങ്ങളാണ്. അത് 36 ഉണ്ട്. മറ്റൊന്ന് തേജസ്, ഇന്ത്യൻ നിർമ്മിതമായ തേജസ്. ഇതെല്ലാം പുതിയ ശ്രേണിയിൽപ്പെട്ടതാണ്. തേജസ് ശ്രേണിയിൽപ്പെട്ട തേജസ് MK1 ശ്രേണിയിൽപ്പെട്ട 40ഓളം വിമാനങ്ങളാണ് നമ്മുടെ കയ്യിലുള്ളത്. തദ്ദേശീയമായി നിർമ്മിച്ചതാണ്. അത് ഒരു ഭാരം കുറഞ്ഞ മൾട്ടി റോൾ യുദ്ധവിമാനമാണ് എന്നുള്ള ഒരു പ്രത്യേകത കൂടിയുണ്ട്. ഇനി പറയുന്നതെല്ലാം കുറേ പഴക്കം ചെന്ന വിമാനങ്ങളുടെ കാര്യമാണ്. അതൊന്ന് മിറാഷ് 2000, അത് 50ഓളം വിമാനങ്ങൾ ഈ മിറാഷിനുണ്ട്. വലിയ ട്രാക്ക് റെക്കോർഡുള്ള വിമാനമാണ്. കാർഗിൽ യുദ്ധം പോലെയുള്ള യുദ്ധങ്ങളിൽ പങ്കെടുത്തിട്ടുള്ള ഒരു വിമാനമാണ്. അടുത്തത് MiG-29, അത് 60ഓളം വിമാനങ്ങളാണ്. ഈ MiG-29 കുറേ പഴക്കം ചെന്നതാണ്. അത് അപ്ഗ്രേഡ് ചെയ്ത വെർഷനാണ് ഇപ്പോൾ നമ്മുടെ സേനയുടെ ഭാഗമായിട്ടുള്ളത്. ഒടുവിലായിട്ട് പറയുന്നത് ജാഗ്വാർ, അതിൻ്റെ സ്പേസ് ക്യാറ്റ് എന്ന് പറയുന്ന ഒരു വിമാനം. 70ഓളം വിമാനങ്ങൾ ഈ ശ്രേണിയിൽപ്പെട്ടതുണ്ട്. ഈ വിമാനത്തിൻ്റെ പ്രത്യേകത ശത്രുവിൻ്റെ ഉള്ളിലേക്ക് കടന്നു ചെന്ന് അതിർത്തി ഭേദിച്ച് ഉള്ളിലേക്ക് കടന്നു ചെന്ന് ആക്രമണം നടത്താൻ കെൽപ്പുള്ള ഒരു ബ്രിട്ടീഷ് ഫ്രഞ്ച് നിർമ്മിത വിമാനങ്ങളാണ് എന്നുള്ളത് കൂടി പറഞ്ഞേക്കണം. അപ്പോൾ ഇന്ത്യയുടെ ഈ വിമാനങ്ങളുടെ എണ്ണം ഇത്രയും കുറയാനായിട്ടുള്ള ഏറ്റവും ഒടുവിലത്തെ കാരണം നമ്മുടെ റഷ്യയുടെ സാങ്കേതിക വിദ്യയിൽ നിർമ്മിക്കപ്പെട്ട MiG-21 എന്ന് പറയുന്ന വിമാനങ്ങൾ, അതിനെ ബൈസൺ എന്നാണ് നമ്മൾ വിളിപ്പേരിട്ടിരുന്നത്, അത് പൂർണ്ണമായും സർവീസുകൾ അവസാനിപ്പിച്ച് റിട്ടയർ ചെയ്തു. അതിൻ്റെ കാരണം കാലപ്പഴക്കം തന്നെയാണ്. ആ കാലപ്പഴക്കം കൊണ്ട് നിരവധിയായ അപകടങ്ങൾ സൃഷ്ടിച്ചതുകൊണ്ട് അതിനെ വിഡോ മേക്കർ എന്നും പറക്കുന്ന ശവപ്പെട്ടി എന്നുമൊക്കെയാണ് അതിനെ വിളിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ അതിൻ്റെ പേരിലാണ് ഈ MiG-21 ഇപ്പോൾ പൂർണ്ണമായിട്ടും ഒഴിവാക്കപ്പെട്ടത്. അപ്പോൾ ഇതിന് പകരം എന്താണ് സംവിധാനം അത്രേ ഉള്ളൂ. പകരം വിമാനങ്ങൾ എത്തിക്കുക. നമ്മൾ സ്വന്തമായി വിദേശത്ത് നിന്ന് വിമാനങ്ങൾ വാങ്ങിക്കുക എന്നതിനപ്പുറം പുതിയ നയത്തിനനുസരിച്ച് സ്വന്തമായി വിമാനങ്ങൾ നിർമ്മിക്കുക എന്നുള്ളതാണ് നമ്മുടെ ഒരു നയം. അപ്പോൾ ഇത് പ്രകാരം 180ഓളം അത്യന്താധുനിക തേജസ് MK1A വിമാനങ്ങൾ പുതിയതായിട്ട് ലഭിക്കാനുണ്ട്. അത് കിട്ടിയാൽ ഒരു പരിധിവരെ നമ്മുടെ ഇപ്പോഴത്തെ ഒരു പ്രതിസന്ധി പരിഹരിക്കാം. അപ്പോൾ ഈ വിമാനങ്ങൾ കിട്ടുന്നതിന് വേണ്ടിയിട്ട് 2021 നമ്മളൊരു കരാർ കൊടുത്തിരുന്നു. അത് 48,000 കോടി രൂപ മുടക്കി 83 തേജസ് MK1A വിമാനങ്ങൾ ലഭ്യമാക്കാൻ വേണ്ടിയിട്ടായിരുന്നു. 2025 രണ്ടാമത്തെ ഒരു കരാറും കൊടുത്തു. അത് 62,370 കോടി രൂപ മുതൽ മുടക്കിൽ 97 തേജസ് MK1A എന്നുള്ള വിമാനങ്ങൾ കിട്ടുക എന്നുള്ളതായിരുന്നു. അപ്പോൾ ഇതുകൂടാതെ 2020 ഇപ്പോഴത്തെ ഒരു അവസ്ഥ നോക്കുകയാണ്, ഇത് എന്ന് കിട്ടും എന്നുള്ള കാര്യത്തിൽ വലിയ ആശങ്കയുണ്ട്. ഏറ്റവും ഒടുവിലത്തെ വിവരം 2026 അവസാനത്തോടെ ഒന്നുകിൽ 18 മുതൽ 24 വരെ തേജസ് MK1A വിമാനങ്ങൾ വ്യോമസേനയ്ക്ക് പൂർണ്ണമായി കൈമാറാൻ സാധിക്കും എന്നുള്ളതാണ് ഏകദേശ കണക്ക്. ഇതുകൂടാതെ ഈ തേജസ് മാർക്ക് 2 പുതിയ തലമുറയിൽപ്പെട്ട വിമാനങ്ങൾ
അതിൻ്റെ ആലോചന നടക്കുന്നതേ ഉള്ളൂ, അതിൻ്റെ പണിപ്പുരയിലാണ്. അതിൻ്റെ ഒരു കരാർ ഇതുവരെ കൊടുത്തിട്ടില്ല. പക്ഷേ ആ ശ്രേണിയിൽപ്പെട്ട ഒരു 108 മുതൽ 110 വരെ മാർക്ക് 2 വിമാനങ്ങൾ ആദ്യഘട്ടത്തിൽ 6 സ്ക്വാഡ്രണുകൾ ഉണ്ടാക്കാനായിട്ടുള്ള ഒരു പരിപാടിയും നമ്മുടെ ആലോചനയിലുണ്ട്. അത് എന്നത്തേക്കാണ് എന്നുള്ളതിനെക്കുറിച്ച് ഇപ്പോഴും വ്യക്തമായ ഒരു തീയതി ഇല്ല. അപ്പോൾ ഇന്ത്യയിൽ ഞാൻ നേരത്തെ പറഞ്ഞു, നമ്മുടെ വ്യോമസേനയുടെ കയ്യിലുള്ള വിമാനങ്ങളിൽ ഏറെയും കാലപ്പഴക്കമുള്ളതാണ്. അതിൽ ഈ മിറാഷ് 2000 എന്ന വിമാനത്തിന് ഏകദേശം 41 വർഷത്തെ കാലപ്പഴക്കമുണ്ട്. ഈ വിമാനങ്ങൾ 1985 ജൂൺ മുതലാണ് അല്ലെങ്കിൽ ഫ്രാൻസിൽ നിന്ന് നമുക്കിത് കിട്ടിയത്. 2004 ഇതിൻ്റെ കുറച്ചുകൂടി വിമാനങ്ങൾ ഈ ശ്രേണിയിൽപ്പെട്ട വാങ്ങി. അപ്പോൾ അങ്ങനെ വെച്ച് നോക്കുമ്പോൾ അവസാന ബാച്ചിലെ വിമാനങ്ങൾക്ക് ഏതാണ്ട് 20-22 വർഷത്തെ പഴക്കമേ ഉള്ളൂ. ഇപ്പോൾ സാധാരണ ഒരു യുദ്ധവിമാനത്തിൻ്റെ പരമാവധി ആയുസ് നമ്മൾ കണക്കാക്കുന്നത് ഒരു 35 മുതൽ 40 വർഷം വരെയാണ്. അത് വെച്ച് നോക്കുമ്പോൾ ഈ മിറാഷ് യുദ്ധവിമാനങ്ങളുടെ എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞതാണ്. അപ്പോൾ ഇപ്പോഴും എന്തുകൊണ്ട് ആ വിമാനങ്ങൾ നിലനിൽക്കുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ അതിൻ്റെ കാലപ്പഴക്കം അനുസരിച്ച് അതിൽ അപ്ഗ്രഡേഷൻ നടത്തിയിട്ടാണ്, ചില കാര്യങ്ങളൊക്കെ പുതുക്കി പണിഞ്ഞിട്ടാണ് അത് നിലനിർത്തുന്നത്. കൂടാതെ ഈ ഫ്രാൻസ് എന്ന് പറയുന്ന രാജ്യം ഈ മിറാഷ് എന്ന് പറയുന്ന വിമാനത്തിൻ്റെ ഉൽപ്പാദനം ഇപ്പോൾ പൂർണ്ണമായി നിർത്തി. അപ്പോൾ അതിൻ്റെ സ്പെയർ പാർട്സ് ഒക്കെ കിട്ടാനൊക്കെ ഇപ്പോൾ ബുദ്ധിമുട്ടാണ്. അപ്പോൾ എന്താ ചെയ്യുക? അതിന് വേണ്ടിയിട്ട് നമ്മൾ ഒന്നെങ്കിൽ ഫ്രാൻസിൻ്റെ തന്നെ അല്ലെങ്കിൽ ഗ്രീസിൻ്റെ പഴയ മിറാഷ് വിമാനങ്ങൾ അവർ ഒഴിവാക്കിയതൊക്കെ വാങ്ങിയിട്ട് അതിൻ്റെ പാർട്സുകൾ പൊളിച്ച് നമ്മുടെ വിമാനങ്ങളിൽ ഉപയോഗിക്കുകയാണ് ചെയ്യുന്നത്. എന്നിരുന്നാലും ഏതാണ്ട് 2038-2039 കൂടി ഈ മിറാഷ് വിമാനങ്ങൾ പൂർണ്ണമായി അത് റിട്ടയർ ആകും എന്നുള്ളതാണ് ഏകദേശ കണക്ക്. അപ്പോൾ നമ്മൾ 2039 വരെ അതിൻ്റെ ആയുസ് നീട്ടിയെടുത്ത് വെച്ചേക്കുകയാണ്. കാരണം ഇതിൻ്റെ പകരം വരാൻ പോകുന്നത് തേജസ് മാർക്ക് 2 എന്ന് പറയുന്ന, അതായത് ഇപ്പോഴും നമ്മുടെ ആലോചനയിൽ മാത്രമുള്ള ഒരു വിമാനമാണ്. അതിൻ്റെ നിർമ്മാണ പ്രവർത്തനം ഇതുവരെ തുടങ്ങിയിട്ടില്ല. ആ വിമാനം എന്നാണോ ഇതിൻ്റെ പകരമായിട്ട് എത്തുക, അന്നേക്കെ ആയിരിക്കും ഇതിൻ്റെ കാലാവധി എന്നാണ് നമ്മൾ മനസ്സിലാക്കി വെക്കേണ്ടത്. അപ്പോൾ നേരത്തെ ഈ മിറാഷ് വിമാനങ്ങൾ റിട്ടയർമെൻറ്റ് നിശ്ചയിച്ചിരുന്നത് 2035 ആയിരുന്നു. അതാണിപ്പോൾ 4 വർഷം കൂടി നീട്ടി 2039 വരെയിലേക്ക് ഇപ്പോൾ നീട്ടി വച്ചേക്കുന്നത്. ഇനി ഞാൻ നേരത്തെ പറഞ്ഞു ജാഗ്വാർ സ്പേസ് കാറ്റ് എന്ന് പറയുന്ന വിമാനം, അത് ഇന്ത്യൻ വ്യോമസേനയുടെ കയ്യിലുള്ള ഏറ്റവും പഴക്കം ചെന്ന വിമാനമാണ്. ഏകദേശം 47 വർഷത്തോളം പഴക്കമുണ്ട് ഈ വിമാനങ്ങൾക്കൊന്ന് മനസ്സിലാക്കണം. ഇത് ഫ്രാൻസിൽ നിന്നും ബ്രിട്ടനിൽ നിന്നുമായിട്ട് വ്യോമസേന വാങ്ങിയതാണ്. ആദ്യത്തെ വിമാനങ്ങൾ എത്തിയത് 1979 പിന്നീട് അത് ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സ് ലിമിറ്റഡ് അതിൻ്റെ ലൈസൻസ് നേടി ഇന്ത്യയിൽ തന്നെ വിമാനങ്ങൾ നിർമ്മിക്കാൻ തുടങ്ങി. അപ്പോൾ ഇതിൻ്റെ അവസാന ബാച്ച് വിമാനങ്ങൾ ലഭിച്ചത് ഏതാണ്ട് 2000 ആണ്. അപ്പോൾ അതിനുശേഷം നോക്കുമ്പോൾ അവസാന ബാച്ച് വിമാനങ്ങൾക്ക് ഏതാണ്ട് 25 വർഷത്തോളം പഴക്കമുണ്ട് എന്നുള്ളത് കൂടി മനസ്സിലാക്കണം. അപ്പോൾ ഇപ്പോൾ ഈ വിമാനങ്ങൾക്കുള്ള പ്രശ്നം ഇതിൻ്റെ സ്പെയർ പാർട്സ് ഒന്നും കിട്ടുന്നില്ല എന്നുള്ളത് തന്നെയാണ്. അതുകൊണ്ട് അതിനും നമുക്ക് അധികകാലം വെച്ചുകൊണ്ട് പോകാനൊക്കില്ല. ഇപ്പോൾ അതിനെ ഒന്ന് അപ്ഗ്രേഡ് ചെയ്യാൻ വേണ്ടി അതിൻ്റെ പഴയ എഞ്ചിനുകളൊക്കെ മാറ്റിയിട്ട് കുറച്ചുകൂടി കരുത്തുള്ള ഹണിവെൽ എന്ന് പറയുന്ന എഞ്ചിൻ ഘടിപ്പിക്കാനായിട്ട് ഇന്ത്യ ശ്രമിച്ചു. പക്ഷേ ആ പദ്ധതി വലിയ സാമ്പത്തിക ചെലവുണ്ടാക്കുന്നത് കൊണ്ട് ആ പദ്ധതി ഉപേക്ഷിച്ചു. ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഈ ഫ്രാൻസ്, ഒമാൻ, ബ്രിട്ടൻ എന്നീ രാജ്യങ്ങളുടെ കയ്യിലുണ്ടായിരുന്ന ജാഗ്വാർ വിമാനങ്ങൾ അവർ ഉപേക്ഷിച്ച ഒരു അവസ്ഥയിലുണ്ട്. അപ്പോൾ അവിടെ നിന്ന് ആ വിമാനങ്ങളൊക്കെ, പഴയ വിമാനങ്ങളൊക്കെ വാങ്ങി അതിൻ്റെ അറ്റകുറ്റപ്പണി നടത്തിയിട്ട് ആ പാർട്സൊക്കെ നമ്മുടെ പുതിയ ഈ നിലവിൽ ഉപയോഗിക്കുന്ന വിമാനങ്ങളിൽ ഉപയോഗിക്കുകയാണ് ചെയ്യുക. അപ്പോൾ ലഭ്യമായ വിവരപ്രകാരം ഈ ജാഗ്വാർ വിമാനങ്ങൾ ഉപയോഗിക്കുന്ന ഏക സേന നിലവിൽ ഇന്ത്യയാണ്. വേറെ വഴിയില്ലാത്തത് കൊണ്ടാണ് ഉപയോഗിക്കുന്നത് എന്നുള്ളതുകൂടി മനസ്സിലാക്കണം. അപ്പോൾ ഈ പറയുന്ന വിമാനം ഈ ഒരു പരിധിക്കപ്പുറം ഇനി കാലപ്പഴക്കം ചെന്നതുകൊണ്ട് തന്നെ ഒരു പരിധിക്കപ്പുറം അതിൻ്റെ നവീകരണം അസാധ്യമാണ്. അതുകൊണ്ട് തന്നെ അതിൻ്റെ അപകടാവസ്ഥ പരിഗണിച്ച് ഒന്നെങ്കിൽ 2027-28 കൂടി ഘട്ടം ഘട്ടമായിട്ട് ഇത് ഒഴിവാക്കാൻ തന്നെയാണ് തീരുമാനം. ഏതായാലും 2032 പോകില്ല എന്ന് തന്നെ ഉറപ്പിക്കാം. ഇത് ഒഴിവാക്കാൻ തന്നെയാണ് തീരുമാനിച്ചിരിക്കുക. അപ്പോൾ ഇതിന് പകരം വിമാനം കിട്ടേണ്ടതും കൂടി ആവശ്യമാണ്. അപ്പോൾ നിലവിൽ ഞാൻ നേരത്തെ പറഞ്ഞ ഒരു 180ഓളം തേജസ് മാർക്ക് 1A വിമാനങ്ങൾ കിട്ടുന്നുണ്ട്. അപ്പോൾ അത് കിട്ടുന്ന മുറയ്ക്ക് ഈ വിമാനങ്ങൾ ഒഴിവാക്കും. കൂടാതെ തേജസ് മാർക്ക് 2 ഈ വിമാനങ്ങൾക്ക് പകരക്കാരായിട്ട് വരേണ്ടതുണ്ട് എന്നുള്ളത് കൂടി മനസ്സിലാക്കണം. ഇനി ഇന്ത്യ നടത്തിയ ഏറ്റവും ശ്രമകരമായ ഒരു ദൗത്യം അത് MiG-29 വിമാനം. നേരത്തെ ഞാൻ പറഞ്ഞു MiG-21 വിമാനങ്ങളെക്കുറിച്ച്, അത് റിട്ടയർമെൻറ്റ് നടത്തി കഴിഞ്ഞതാണെങ്കിൽ MiG-29 എന്ന വിമാനം ഇപ്പോഴും നമ്മുടെ കയ്യിലുണ്ട്. അതിന് ഏകദേശം 38 മുതൽ 40 വർഷം വരെ കാലപ്പഴക്കം പിന്നിട്ട വിമാനങ്ങളാണ്. അപ്പോൾ ഇതിൻ്റെ ആയുസ് നീട്ടിയെടുക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. കാരണം
ഈ വ്യോമയുദ്ധം നടക്കുമ്പോൾ, ആകാശ യുദ്ധം നടക്കുമ്പോൾ നേർക്ക് നേർ ഏറ്റുമുട്ടുന്നൊരവസ്ഥ ഉണ്ടാകുമ്പോൾ ഈ മിഗ് വിമാനങ്ങൾ, അത് മിഗ് 21 ആയാലും ശരി മിഗ് 29 ആയാലും ശരി, ആളൊരു പുലിയാണ്. അപ്പോൾ ഈ മിഗ് വിമാനങ്ങൾ നിലനിർത്തേണ്ടത് അത്യാവശ്യമായതുകൊണ്ട് അതിനെ പൂർണ്ണ തോതിലൊന്ന് പുതുക്കി പണിയുന്ന ഒരവസ്ഥയിലേക്ക് വരെ വന്നു. വലിയ പൈസ മുടക്കിയിട്ട് പൂർണ്ണ തോതിൽ അതിൻ്റെ അത്യന്താധുനിക ഷൂക്ക് റഡാറുകൾ അതിന് കൊണ്ടുവന്നു, പുതിയ മിഷൻ കമ്പ്യൂട്ടറുകൾ അതിന് കൊണ്ടുവന്നു, ആകാശത്ത് വെച്ച് ഇന്ധനം നിറയ്ക്കാനുള്ള സംവിധാനങ്ങൾ കൊണ്ടുവന്നു, ദീർഘദൂര എയർ ടു എയർ മിസൈൽ ഘടിപ്പിക്കാനായിട്ടുള്ള സംവിധാനങ്ങളൊക്കെ കൊണ്ടുവന്നു. അങ്ങനെ ഈ നവീകരണ പ്രക്രിയയിലൂടെ ഈ വിമാനങ്ങളുടെ ആയുസ് 40 വർഷത്തിലധികമായിട്ട് വർദ്ധിപ്പിച്ചിട്ടുണ്ട്. എന്നിരുന്നാലും ഏതാണ്ട് 2035 മുതൽ 2040 ഈ വിമാനങ്ങൾ പൂർണ്ണമായി വിരമിക്കാൻ തന്നെയാണ് സാധ്യത എന്നുള്ളത് കൂടി മനസ്സിലാക്കി വെക്കണം. അപ്പോൾ എന്താണ് ഇപ്പോൾ ഈ പ്രശ്നങ്ങൾ പരിഹരിക്കണമെങ്കിൽ നിലവിൽ ഒരേ ഒരു മാർഗ്ഗമേ ഉള്ളൂ. നമ്മൾ സ്വന്തമായി നിർമ്മിക്കുന്ന തേജസ് വിമാനങ്ങൾ എത്രയും പെട്ടെന്ന് അത് വ്യോമസേനയ്ക്ക് കൈമാറുന്ന ഒരവസ്ഥ. അപ്പോൾ നേരത്തെ അതിൻ്റെ നിർമ്മാണത്തിൽ ഒരുപാട് വെല്ലുവിളികൾ ഉണ്ടായിരുന്നു. അതിൻ്റെ പ്രശ്നം അതിൻ്റെ സ്പെയർ പാർട്സുകൾ അല്ലെങ്കിൽ അതിൻ്റെ പ്രധാനപ്പെട്ട സംഗതിയായ എൻജിൻ അത് അമേരിക്കയിൽ നിന്നാണ് എത്തേണ്ടത്. അത് കൃത്യമായി യഥാസമയം കിട്ടുന്നതിൽ നമുക്ക് വലിയ കാലതാമസമുണ്ടായി. നമ്മൾ സ്വന്തമായി എൻജിൻ നിർമ്മിക്കാൻ ശ്രമിച്ചു, അത് പാളിപ്പോയി. കാവേരി എൻജിൻ സൃഷ്ടിക്കാൻ ശ്രമിച്ചു, അതിതുവരെ വിജയകരമായി പൂർത്തിയാക്കാത്ത സാഹചര്യത്തിൽ അമേരിക്കൻ കമ്പനിയായ GE അവരെ ആശ്രയിക്കുകയാണ് നമ്മളിപ്പോൾ ചെയ്യുന്നത്. അവർ കൃത്യസമയത്ത് എൻജിൻ തരാത്തത് കൊണ്ടാണ് ഈ വിമാനങ്ങളുടെ നിർമ്മാണം ഇത്ര ഇഴഞ്ഞു നീങ്ങാനുള്ള കാരണം. ഏതായാലും ബംഗളൂരുവിലെ 2 പ്ലാന്റുകൾക്ക് പുറമെ ഇപ്പോൾ നാസിക്കിൽ പുതിയ 3ാമതൊരു ഉൽപ്പാദന ലൈൻ കൂടി ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സ് ലിമിറ്റഡ് സ്ഥാപിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് സാധ്യമായതോടുകൂടി പ്രതിവർഷം 24 മുതൽ 30 വരെ തേജസ് വിമാനങ്ങൾ നിർമ്മിച്ച് ഇറക്കാമെന്നുള്ളതാണ് ഇപ്പോൾ കമ്പനിയുടെ അല്ലെങ്കിൽ ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സ് ലിമിറ്റഡ് കണക്ക് കൂട്ടുന്നത്. ഏതായാലും വ്യോമസേന നൽകിയ ആദ്യത്തെ 83 വിമാനങ്ങളുടെയും രണ്ടാമത് അനുമതി നൽകിയ 97 വിമാനങ്ങളുടെയും മൊത്തം 180 വിമാനങ്ങൾ ഇത് ഘട്ടം ഘട്ടമായി നിർമ്മിച്ച് 2031-32 ഇതിൻ്റെ നിർമ്മാണം ഏകദേശം പൂർത്തിയാകും എന്നുള്ളത് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അതിനുശേഷം തേജസ് മാർക്ക് 2 നിർമ്മാണ പ്രവർത്തനങ്ങളിലേക്ക് ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സ് ലിമിറ്റഡ് കടക്കും എന്നാണ് മനസ്സിലാക്കേണ്ടത്. ഇതിന് സമാന്തരമായി തന്നെ റഫേൽ യുദ്ധവിമാനങ്ങൾ ഇന്ത്യയിൽ നിർമ്മിക്കുന്നതിന്, അതിൽ ഇന്ത്യയിൽ ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സ് ലിമിറ്റഡ്, അതേപോലെ ടാറ്റ, അതേപോലെ L&T അടക്കമുള്ള സ്വകാര്യ കമ്പനികളുമായി സഹകരിച്ച് റഫേൽ യുദ്ധവിമാനങ്ങൾ ഇന്ത്യയിൽ നിർമ്മിക്കാനായിട്ടുള്ള നടപടികൾ പുരോഗമിക്കുന്നുണ്ട്. അതോടൊപ്പം ഇന്ത്യയുടെ അഭിമാനമായ 5ാം തലമുറ യുദ്ധവിമാനമായ AMCA അതിൻ്റെ നടപടികളും ദ്രുതഗതിയിൽ പുരോഗമിക്കുന്നത്. അത് പൂർണ്ണമായും സ്വകാര്യ മേഖലയിലാണ് അതിൻ്റെ നിർമ്മാണം നടക്കുന്നത്. പക്ഷേ ഇപ്പോഴും ഈ പുതിയ വിമാനങ്ങൾ ലഭ്യമാകുന്നത് വരേക്കും വ്യോമസേനയുടെ നിലവിലെ ബലഹീനത അത് വലിയ പ്രതിസന്ധി തന്നെയാണെന്ന് നിസ്സംശയം പറയാം. എന്നിരുന്നാലും നമുക്ക് ആശങ്ക അതിൽ ഒരു പരിധിവരെ പരിഹരിക്കാൻ കാരണം നമ്മുടെ കയ്യിൽ നിരവധിയായ മിസൈൽ ശേഖരമുണ്ട്, ബാലിസ്റ്റിക് മിസൈലുകൾ നിരവധിയായുണ്ട്. അപ്പോൾ ഒരു യുദ്ധവിമാനത്തിന് ഒരു ശത്രു മേഖലയിൽ കടന്നു ചെന്ന് അവിടെ ആക്രമണം നടത്തുന്നതിനേക്കാൾ എഫക്റ്റീവായി കൃത്യതയോടെ സൂക്ഷ്മതയോടെ ഓപ്പറേഷൻ സിന്ദൂറിൽ അത് തെളിയിക്കപ്പെട്ടതുമാണ് നമ്മുടെ ബ്രഹ്മോസ് മിസൈലുകളുടെ കരുത്ത്. ഇതുകൂടാതെ നിരവധിയായ ഡ്രോണുകളും നമ്മളിപ്പോൾ എത്തിയിട്ടുണ്ട്. യുദ്ധവിമാനങ്ങളെ പോലെ തന്നെ ശത്രു മേഖലയിലേക്ക് കടന്നു ചെന്ന് ആക്രമണം നടത്താൻ ശേഷിയുള്ള നിരവധിയായ ഡ്രോണുകളും ഇന്ത്യയുടെ സേനയുടെ പക്കലുണ്ട്. അപ്പോൾ ഈ ഒരു ആത്മവിശ്വാസത്തിലാണ് കുറച്ച് സമയമെടുത്താലും പെട്ടെന്ന് ഒരു പാനിക്കായി ഏതെങ്കിലും വിദേശ രാജ്യത്ത് പോയി കിട്ടാവുന്ന വിമാനം വാങ്ങിക്കാണ്ട എന്നുള്ളൊരു നിലപാടിലെടുത്ത് കുറച്ച് സമയമെടുത്താലും ഇന്ത്യൻ നിർമ്മിത വിമാനങ്ങൾ എത്തട്ടെ എന്നുള്ളൊരു നിലപാടിൽ എത്താനായിട്ടുള്ള പ്രധാന കാരണം.